പ്രിയ കുട്ടികളെ, നമ്മുടെ അശ്വമേധം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചോദ്യം ഇതാണ്: അർദ്ധവാനരത്വത്തിൽ നിന്ന് കരകയറാൻ ആയിരക്കണക്ക് വർഷങ്ങളായി പാടുപെടുന്ന മനുഷ്യവർഗത്തിൻ്റെ സന്തത സഹചാരിയാണ് സാഹിത്യകല. എണ്ണമറ്റ നൂറ്റാണ്ടുകളിലേക്ക് ഈ കലയുടെ ഭാവി ശോഭനമായി നീണ്ടുകിടക്കുന്നു. സി രാധാകൃഷ്ണൻ്റേതാണ് ആ വാചകങ്ങൾ. ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന പാഠസന്ദർഭം കണ്ടെത്തി അവതരിപ്പിക്കുക. നമ്മൾ എന്താണ് പറയേണ്ടത്? ഇൻട്രൊഡക്ഷൻ പറയണം. ഇൻട്രൊഡക്ഷൻ എന്താണ് പറയേണ്ടത്? മലയാള കാവ്യലോകത്ത് പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ മുളങ്കാട് എന്ന കൃതിയിൽ നിന്നെടുത്ത അശ്വമേധം എന്ന കവിതയിലേതാണ് പാഠഭാഗം. അതാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ അതിന് ആൻസറിലേക്ക് പോവുകയാണ്. കോടാനുകോടി പുരുഷാന്തരങ്ങളിലൂടെ കുറേ കാലങ്ങളായിട്ട് മനുഷ്യൻ നേടിയെടുത്ത സർഗശക്തി, അതായത് ക്രിയേറ്റീവ് പവറാണ് സാഹിത്യകല. ഈ സാഹിത്യകല പ്രകൃതിയെ മല്ലിട്ട് പ്രകൃതിയോട് മല്ലിട്ട് വിജയം വരിച്ച് നേടിയതാണ്. ഇനി അതിൻ്റെ സിദ്ധികൾ നന്നായി പടപൊരുതി നേടിയതാണ്. പീലി വിരിച്ച് ഇളകിയാടുന്ന മയിലിൻ്റെ തന്ത്രമല്ല അതിൻ്റെ സംസ്കാരമണ്ഡലം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് കോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ്, കോടി വർഷങ്ങൾക്ക് മുമ്പ് മുത്തച്ഛന്മാർ കണ്ടെടുത്തതാണ് ഈ ക്രിയേറ്റീവ് പവർ എന്നത്, സർഗാത്മക കല എന്നത്. അതുപോലെ എങ്ങനെയാണ് മുത്തശ്ശിമാർ അതിനെ കാട്ടുപുൽത്തണ്ടുകൾ നൽകി വളർത്തി. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി മുത്തശ്ശിമാർ അവരെ പഠിപ്പിച്ചു. അപ്പോൾ കണ്ടെടുത്തത് കോടി വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശന്മാരാൽ കണ്ടെടുക്കപ്പെട്ടു. മുത്തശ്ശിമാർ പാട്ടുപാടി, കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ മുത്തശ്ശിമാർ അവരെ കാട്ടുചോലകളാണ് പാടിയ പാട്ടുകൾ ഏറ്റുപാടി അവരെ പഠിപ്പിച്ചു. കാട്ടുപുൽത്തണ്ടുകൾ നൽകിയത് മുത്തശ്ശിമാരാണ്. അപ്പം മറന്നു പോവരുത്, മുത്തശ്ശന്മാർ കണ്ടെടുത്തു, മുത്തശ്ശിമാർ കാട്ടുപുൽത്തണ്ടുകൾ നൽകി അവരെ വളർത്തി, കാട്ടുചോലകൾ പാടിയ പാട്ട് അവർ ഏറ്റുപാടി അവരെ പഠിപ്പിച്ചു. അടുത്തതായിട്ട്, ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞു ഈ സർഗാത്മക ശക്തി, ക്രിയേറ്റീവ് പവർ എന്നത്. അതായത് ഈ കുതിര, അശ്വമേധം എന്ന കവിതയിലെ അശ്വമെന്ന് ഉദ്ദേശിക്കുന്നത് സർഗാത്മക ശക്തിയെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ അത് കുതിച്ചു പാഞ്ഞപ്പോൾ അതിൻ്റെ കുളമ്പുകൾ അനേകം ശവകുടീരങ്ങളിൽ നൃത്തമാടി. അഹങ്കരിച്ച രാഷ്ട്രപ്രതാപങ്ങളുടെ കോട്ടകൊത്തളങ്ങളെ പിന്നിട്ട യാത്രയിൽ മുത്തണിക്കുന്നുകളും ഭരണകൂടങ്ങളും തകർന്നണിഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ സർഗാത്മക ശക്തിക്ക്, ഒരു കവിയുടെ സർഗാത്മക ശക്തിക്ക് എല്ലാ കാലത്തും പലരെയും നേരിടേണ്ടതായിട്ട് വരും. വിമർശന ശരങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. കാലാന്തരങ്ങളിലൂടെ അർദ്ധവാനരത്വത്തിൽ നിന്ന് പ്രകൃതിയുമായി പടപൊരുതി തലമുറകളിലൂടെ നേടിയ മനുഷ്യൻ സർഗശക്തി കണ്ടെത്തി. ആ സർഗശക്തിയിൽ നിന്നാണ് കലകൾ ഉണ്ടായത്. അപ്പോൾ കോടി വർഷങ്ങളായി മുത്തശ്ശന്മാരാൽ കണ്ടെടുത്ത് മുത്തശ്ശിമാർ കാട്ടുപുൽത്തണ്ടുകൾ നൽകി വളർത്തി, കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിപ്പിച്ചു. അങ്ങനെ വളർത്തിയ ഈ സർഗാത്മക കല, ആ സർഗാത്മക കലയുടെ കുളമ്പടിയേറ്റ്, അതായത് ആ ക്രിയേറ്റീവ് പവർ പലരും നശിപ്പിക്കാൻ നോക്കി. എന്നാൽ അതിൽ നിന്നെല്ലാം അതിന് വിജയം വരിച്ച് നിൽക്കുന്നതാണ് സർഗാത്മക ശക്തി എന്നത്. ആ സർഗാത്മക ശക്തിയിൽ നിന്നാണ് കലകൾ ഉണ്ടായതായി പറയുന്നത്. അങ്ങനെ വളർന്നതാണ് നമ്മുടെ സാഹിത്യകല. ആ സാഹിത്യകലയുടെ കുളമ്പടിയേറ്റ്, അല്ലെങ്കിൽ ആ സാഹിത്യകലയുടെ വിമർശനങ്ങൾക്ക് പല രാഷ്ട്രങ്ങൾ പോലും നിലംപതിച്ചു. അതിൻ്റെ ശക്തി അപാരമാണ്, അമേയമാണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ ശക്തി എന്ന ആ സർഗാത്മക കലയെ, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ, ഒരു കവിയുടെ ക്രിയേറ്റീവ് പവർ എന്ന സർഗാത്മക ശക്തിയെ ആർക്കും തളയ്ക്കാനാവില്ല. ഇനി അടുത്ത ഉത്തരം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.